സഹകരണ മേഖലയിലെ വിദഗ്ധ സംഘവും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം ഏറാമല സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് പ്ലാന്റ് സന്ദർശിച്ചു. നബാർഡിന്റെ ആഭിമുഖ്യത്തിൽ എക്സ്പോഷർ വിസിറ്റിന്റെ ഭാഗമായാണ് സന്ദർശനം. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ കേരള ബാങ്ക് ഭരണസമിതി അംഗം, കേരള ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയ 35 പേരടങ്ങുന്ന സംഘമാണ് ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഏറാമല കോക്കനട്ട് കോംപ്ലക്സ് സന്ദർശിച്ചത്. ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പ്രോജക്റ്റുകളിലൊന്നായ ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് വെളിച്ചെണ്ണകളിൽ ഒന്നായ മയൂരത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഏറാമല ബാങ്കാണ്. അപ്പോൾ ഇന്ന് ഈ പാക്സാസ് MSc അല്ലെങ്കിൽ AF പ്രോജക്റ്റ് എന്ന് പറയുന്ന നബാർഡിൻ്റെ സ്കീമിൽ ഉൾപ്പെടുന്ന സഹകാരികളാണ് ഇന്നിവിടെ സന്ദർശിക്കുന്നത്. അവർക്ക് ഈ പ്രോജക്റ്റ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഏറാമലയുടെ പ്രോഡക്റ്റുകൾ ഇന്ന് വിദേശത്തും എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ സഹകാരികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു സന്ദർശന പരിപാടി നബാർഡിന്റെ ധനസഹായത്തോട് നടത്തുന്നത്. ഞങ്ങൾ ഈ ഏറാമല സർവീസ് ബാങ്കിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ വന്നത്. ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അത് കിട്ടി എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാക്സാസ് MSc എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് AI കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ ഏറാമല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ ഒരു സ്ഥാപനം ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് സാധാരണ നാട്ടിലുള്ള നമ്മുടെ കർഷകരുടെ ഈ തേങ്ങ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ വിദേശത്തേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തകരെ, ഇതിൻ്റെ പ്രസിഡന്റും ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ലൊരു വളർച്ചയുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ നാടിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ബാങ്കിനും അടക്കം, മാത്രമല്ല നമ്മുടെ സഹകരണ മേഖലയ്ക്ക് അടക്കം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് വിജയകരമായും ലാഭകരമായും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് സംഘങ്ങൾ ഏറാമല കോക്കനട്ട് കോംപ്ലക്സിൽ എത്തിയത്. വടകര, കുറ്റ്യാടി തേങ്ങ എന്നൊക്കെ വെച്ചാൽ കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധിയാർജിച്ച തേങ്ങയാണ്. ഇപ്പോൾ നാളികേര കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒത്തിരി ദുരിതങ്ങളുണ്ട്, വിലത്തകർച്ച ഉൾപ്പെടെ. പക്ഷെ അവർക്കൊക്കെ ഒരു താങ്ങായി തണലായി ഏറാമല സർവീസ് ബാങ്ക് മാറിയിരിക്കുകയാണ്. കാരണം മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ വില നൽകി ഇത് ശേഖരിക്കാൻ വഴി നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാക്കിയാണ്. അതുകൂടാതെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരു ദുരന്തമാണ് ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ. ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് നാട്ടിൽ കിട്ടാനില്ല. ഇവിടെ ഓരോ തേങ്ങയും പരിശോധിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഒരു കേടുപാടുള്ള തേങ്ങ മാറ്റി അത് വിളക്കെണ്ണയാക്കി മാറ്റിയിട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഒരു 100% നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തേങ്ങ ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ വിദേശത്തടക്കം എത്തിക്കുന്ന ഈ ബാങ്കിന്റെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. കണ്ണൂരിനെ സെലക്ട് ചെയ്തു 2 ദിവസത്തെ പരിപാടിക്ക്. അപ്പോൾ ഈ മാർച്ച് മാസം തിരക്കിട്ട വേളയിൽ നമ്മുടെ ആദ്യത്തെ പേര് വന്നത് നമ്മുടെ എവിടെ സന്ദർശിക്കണം എന്നുള്ളത് ഇപ്പോൾ ഏറാമല ബാങ്കിനെയാണ്. ഞാൻ കോഴിക്കോടും വർക്ക് ചെയ്തുകൊണ്ട് ഏറാമല ബാങ്കിനെ പറ്റി എനിക്ക് ഏറെ അറിയാം. ബാങ്കിങ് ബിസിനസ്സിലായാലും ഇതര ബിസിനസ്സിലായാലും ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബാങ്കിൻ്റെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ബാങ്കാണ് ഏറാമല ബാങ്ക്. അതിൻ്റെ സെക്രട്ടറി, ചെയർമാൻ എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. നമ്മുടെ പാക്സാസ് MSc AF കൊണ്ടുവന്നത് തന്നെ ഈ നാട്ടിലുള്ള വിവിധ തരങ്ങളായ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്ന് അതിന് കേരള ബാങ്ക് ധനസഹായം നൽകി ഈ നാട്ടിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തി നാടിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടിയാണ് ഈ പ്രൊജക്റ്റിനെ കൊണ്ടുവന്നത്. അതിൽ ഏറാമല ബാങ്ക് ഏറെ സക്സസ് ആണ്. ഞങ്ങളുടെ കൂടെ കണ്ണൂരിൽ നിന്ന് വന്ന പാക്സ് സെക്രട്ടറിമാർക്കും അതുപോലെ ഡയറക്ടേഴ്സിനും ഇതൊരു നല്ല അനുഭവമായിരിക്കും. ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ, ജനറൽ മാനേജർ TK വിനോദൻ, KK ബാബു, KK നാണു, നിശാന്ത് MK, രാകേഷ് KK എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. സഹകരണ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണവും
കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നബാർഡ് മുഖാന്തരം അവതരിപ്പിച്ച പദ്ധതിയാണ് പാക്സ് MSc, അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ വിനിയോഗവും. AEFൻ്റെ പലിശ 1%, പാക്സ് MSc ലോണിൻ്റെ പലിശ 4%. ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ഉയർന്ന വരുമാനം നൽകുകയും വൈവിധ്യവൽക്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില സംജാതമാവുകയും പ്യൂരിറ്റിയുള്ള, വിശുദ്ധിയുള്ള, പരിശുദ്ധിയുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം, അതിൽ കോഴിക്കോട് ജില്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് നാളികേരമാണ്. ഞാൻ KRFൻ്റെ ചെയർമാനായിരുന്ന അവസരത്തിൽ അവിടുത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നാളികേര വിലത്തകർച്ചയെ അതിജീവിച്ചുകൂടാ എന്നാലോചിച്ചിട്ടാണ് ഏറാമലയിൽ കോക്കനട്ട് കോംപ്ലക്സ് ആരംഭിച്ചത്. ഇവിടെയുള്ള നാളികേര കർഷകരിൽ നിന്ന് നേരിട്ട് നാളികേര സംഭരിക്കുക, മാർക്കറ്റ് വിലയേക്കാൾ 1 രൂപ 2 രൂപ കിലോവിന് കൂടുതൽ കൊടുക്കുക, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഹൈജനിക്കായി ഞങ്ങൾ വെളിച്ചെണ്ണയും അതുപോലെ 5 തരം ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ ഒരു പദ്ധതി അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും വിജയപ്രദമായ രൂപത്തിൽ പദ്ധതി നടപ്പാക്കിയ ഒരു ബാങ്ക് എന്ന നിലയിൽ ഏറാമല ബാങ്കിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ്. കേരള ബാങ്ക് കണ്ണൂർ മേഖല, അവിടെ പ്രവർത്തിക്കുന്ന ചില സഹകരണ സ്ഥാപനങ്ങൾ ഈ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലേക്ക് വരികയും പാക്സ് MSc ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചപ്പോൾ അവർക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കോക്കനട്ട് കോംപ്ലക്സും ബാങ്കും ഏറാമല ബാങ്ക് ആണ് എന്ന് തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവിടെയുള്ള 35 ഡയറക്ടർമാരും ജീവനക്കാരും കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇന്നിവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ കണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഈ നിലയിൽ പല സഹകരണ സ്ഥാപനങ്ങൾക്കും വൈവിധ്യവൽക്കരണത്തേക്ക് പോകാൻ സാധിക്കും. ഏറാമല ബാങ്ക് തന്നെ ഏകദേശം 6 കോടിയോളം രൂപ ഇതിന് ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ 2 കോടി രൂപ ഞങ്ങൾക്ക് ഈ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ 47 ലക്ഷത്തോളം രൂപ സബ്സിഡിയായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മാതൃകാപരമായി ഈ പദ്ധതി നടപ്പാക്കിയ ഒരു സ്ഥാപനം എന്നുള്ള പേര് ഞങ്ങൾ നിലനിർത്തിയിരിക്കുന്നു. കേരള ബാങ്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സംസ്ഥാനത്തെ ബാങ്കായി ഏറാമല ബാങ്കിനെ തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയ ഒരു കാരണവും ഈ പദ്ധതിയാണ് ഞങ്ങൾ കരുതുകയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറാമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.